നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമരം കടുപ്പിച്ച ആശാമാർ. സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കം. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തി യാത്ര ജൂൺ 17 മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് AS2 സ്പോർട്സ് ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ രണ്ടാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 6 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വഴിയോരങ്ങളിലും വീടുകൾക്ക് മുന്നിലും ചെഞ്ചായമണിഞ്ഞ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗുൽമോഹർ മെയ് മാസത്തിലെ നയന മനോഹര കാഴ്ചയാണ്. മെയ് മാസ പൂക്കൾ എന്ന വിളിപ്പേരുള്ള ഗുൽമോഹർ ഏപ്രിൽ ആദ്യവാരം മുതൽ രക്തപ്പൂക്കൾ വിടരും. പെരിയോക്കി ഗൗരീശങ്കര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കം. കലവറ നിറയ്ക്കൽ ചടങ്ങും ആചാര്യ വരവേൽപ്പും നടന്നു. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും സമാപനമായി. രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. സമരം കടുപ്പിച്ച് ആശാമാർ. സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തി യാത്ര ജൂൺ 17 മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശാമാരുടെ സമരം 84 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രക്ഷോഭം സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കുന്നത്. 45 ദിവസം നീണ്ടുനിൽക്കുന്ന അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന യാത്രയിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഓരോ ജില്ലകളിലും നഗരങ്ങളിൽ തന്നെ അന്തിയുറങ്ങുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. സർക്കാർ ഈ സമരത്തിൽ ഇടപെട്ട് ന്യായമായി ഇത് ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഞങ്ങൾ 85ാമത്തെ ദിവസമാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചിട്ട്. ഈ 85 ദിവസം കൊണ്ട് സർക്കാർ അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തില്ല. ചർച്ച എന്നുള്ള പേരിൽ 2 തവണ സമരം അവസാനിപ്പിച്ചു പോകാൻ ആവശ്യപ്പെടുകയും 3ാമത്തെ തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു കമ്മിറ്റിയുടെ പ്രപ്പോസൽ വെച്ചാണ് ഇന്ന് ഏപ്രിൽ 3 ആ കമ്മിറ്റി പ്രപ്പോസൽ വന്നത്. ഇന്ന് മെയ് 5 ആയിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തായിട്ട് നമുക്കിതൊരു അറിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് സമരം അവസാനിപ്പിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാപ്പ് മാത്രമാണ്. അതുകൊണ്ട് നമ്മള് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് ആ കമ്മിറ്റിയിൽ അത് ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. അത് സർക്കാർ പ്രഖ്യാപിച്ചാൽ മതിയെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോ സർക്കാർ ഈ വികാരം മനസ്സിലാക്കാൻ തയ്യാറാകണം. ഈ സമരം മാന്യമായി സെറ്റിൽ ചെയ്യാൻ സർക്കാർ തയ്യാറാകണം. ഇതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യം. നമ്മൾ ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കേരളത്തിൽ 13 ജില്ലകളിലും നമ്മൾ പര്യടനം നടത്തി 14ാമത്തെ ജില്ല തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം നമ്മൾ 4-5 സ്വീകരണ യോഗങ്ങളാണ്. അവസാനത്തെ യോഗം നടക്കുന്ന എവിടെയാണോ അവിടെ തെരുവിൽ ഉറങ്ങിക്കൊണ്ട് പിറ്റേന്ന് രാവിലെ അവിടുന്ന് യാത്ര പുറപ്പെടുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്തത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള യാത്ര ജൂൺ 17 തിരുവനന്തപുരത്ത് മഹാറാലിയോടെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് AS2 സ്പോർട്സ് ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളെയും യുവാക്കളെയും മാനസികവും ശാരീരികവുമായി കരുത്തരാക്കി സമൂഹം കായികക്ഷമത കൈവരിക്കുന്നതിലൂടെ ലഹരി ഉപയോഗത്തെ പ്രതിരോധിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര കിക്ക് ഡ്രഗ്സ് AS2 സ്പോർട്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
കുട്ടികളിലേക്ക് ലഹരിയെത്തുന്ന മാർഗം തടയണം. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിത്. സ്കൂൾ വിട്ടിറങ്ങി വീട്ടിലെത്തുമ്പോഴേക്കോ വാടിത്തളരുകയാണ് കുട്ടികൾ. അവരെ ഉണർവിലേക്ക് കൊണ്ടുവന്നാൽ അരുതാത്ത ശീലങ്ങളെ തടയാനാകും. സുംബ, നൃത്തം പോലുള്ളവ പരിശീലിക്കുന്നത് കുട്ടികളിൽ ഉണർവുണ്ടാക്കും. എല്ലാ സ്കൂളുകളിലും കായിക മത്സരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി നടപ്പാക്കും. ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കുട്ടികൾ കളിക്കളത്തിൽ സജീവമാകട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെയും യുവജനങ്ങളെയും അകറ്റി നിർത്താൻ ഏറ്റവും നല്ല മാർഗം അവരെ കായിക പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണെന്നും കായിക ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ശരീരത്തിന് ദോഷമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കായിക ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ശരീരത്തിന് ദോഷമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ യാത്ര കായിക മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. സിവിൽ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി പുതിയ സ്റ്റാൻഡ് വരെയുള്ള വാക്കത്തോണിൽ മന്ത്രി പങ്കെടുത്തു. ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA, E ചന്ദ്രശേഖരൻ MLA, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ കളക്ടർ K ഇൻബശേഖർ, ജില്ലാ പോലീസ് മേധാവി PV വിജയ് ഭരത് റെഡ്ഡി, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് P ഹബീബ് റഹ്മാൻ, VV രമേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മടിക്കൈ കാഞ്ഞിരപ്പൊയിലിൽ സ്പോർട്സ് കിറ്റ് വിതരണവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള 5 ഏക്കർ കളിയിടത്തിൽ ഗേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിനി സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മടിക്കൈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അവരാവശ്യപ്പെട്ടത് 5 ഏക്കർ സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഒരു മിനി സ്റ്റേഡിയം പണിയണമെന്നാണ്. ഈ ഒരു പ്രപ്പോസൽ അവർ ഇപ്പോൾ തന്നിട്ടുണ്ട്. അത് സംസ്ഥാന കായിക വകുപ്പ് ഖേലോ ഇന്ത്യ പ്രൊജക്റ്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് ആ ഒരു പണം ലഭ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനിയും ധാരാളം നമ്മുടെ അംഗങ്ങളും എല്ലാവരും ജനപ്രതിനിധിയൊക്കെ നമ്മുടെ കൂടുതലുണ്ട്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരപ്പൊയിലിൽ ചെഗുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് കിറ്റ് വിതരണവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത നൽകിയ നിവേദനത്തിനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സമർപ്പിച്ച നിവേദനത്തിനും അനുകൂല സമീപനം സ്വീകരിച്ച് കളിസ്ഥലങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മടിക്കയിലെ ചെഗുവേര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനുള്ള ജേഴ്സിയും സ്പോർട്സ് കിറ്റ് വിതരണവും മന്ത്രി നിർവഹിച്ചു. ക്ലബ് ഭാരവാഹികൾ മന്ത്രിയിൽ നിന്ന് ജേഴ്സിയും സ്പോർട്സ് ഉപകരണങ്ങളും ഏറ്റുവാങ്ങി. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ ഷറഫ് അലി, കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P ഹബീബ് റഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രകാശൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ശ്രീലത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M അബ്ദുറഹ്മാൻ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ M ശൈലജ, N ബാലകൃഷ്ണൻ, M രാജൻ, അനിൽ ബംഗളം, TV കൃഷ്ണൻ, AV ബാലകൃഷ്ണൻ, TV അനൂപ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ P വിജയൻ സ്വാഗതവും കൺവീനർ M മുകേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ 2ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 6 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 6 കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ചാണ് നടക്കുന്നത്. രാവിലെ 8:30 പതാക ഉയർത്തൽ. 9 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻവർ ഖാൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് KV ദിനേശൻ അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി KV ശശികുമാർ റിപ്പോർട്ട് അവതരണവും ട്രഷറർ VJ ഷിബി വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. സംഘാടക സമിതി കൺവീനർ AV വാമനൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി M പ്രദീപ് നന്ദിയും പറയും. ഉച്ചയ്ക്ക് 2 മണിക്ക് പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത മുഖ്യാതിഥിയായി പങ്കെടുക്കും. നമ്മുടെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചർ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ KVBSന്റെ കേരള വ്യാപാരി വ്യവസായ കൗൺസിലിന്റെ പ്രസിഡന്റ് ഔമേഷ് ഷരീഫ് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ AWK ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗുണേന്ദ്രലാൽ സുനിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ബാറ്ററി വളരെ അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് ഇപ്പോൾ വാഹന സ്പെയറിന്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ട് കാറ്റഗറി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 28% GST ഏർപ്പെടുത്തിയിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ, ഗുണേന്ദ്രലാൽ, അഷ്റഫ് വീരാളി, KU കലാധരൻ, ലിജു രാജ് തുടങ്ങിയവർ സംസാരിക്കും. സ്വാഗത സംഘം ചെയർമാൻ VP ഗോപാലകൃഷ്ണൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി K മധു നന്ദിയും പറയും. പ്രതിനിധി സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ VP ഗോപാലകൃഷ്ണൻ, KV ദിനേശൻ, AV വാമനൻ, KV ശശികുമാർ, ബാബു കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വഴിയോരങ്ങളിലും വീടുകൾക്ക് മുന്നിലും ചെഞ്ചായം അണിഞ്ഞ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗുൽമോഹർ മെയ് മാസത്തിലെ നയന മനോഹരമായ കാഴ്ചയാണ്. മെയ് മാസപ്പൂക്കൾ എന്ന വിളിപ്പേരുള്ള ഗുൽമോഹർ ഏപ്രിൽ ആദ്യവാരം മുതൽ വിടർന്നു തുടങ്ങും. തണൽമരമായി നട്ടുപിടിപ്പിക്കുന്ന ഗുൽമോഹർ കേരളത്തിന്റെ വഴിയോരങ്ങളിൽ പൂവണിഞ്ഞു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. പാതയോരങ്ങളിലെ മരങ്ങളിൽ കുലയായി പൂത്തു നിൽക്കുന്ന ചുവന്ന പൂക്കൾ ഏറെ ആകർഷകമാണ്. ചില വർഷങ്ങളിൽ പൂവിടുന്നത് നേരത്തെയും മെയ് മാസത്തിന് ശേഷവും ആകാറുണ്ട്. പൂക്കൾ പൊഴിഞ്ഞ് വഴിയോരങ്ങൾ വർണ്ണാഭം നൽകാറുണ്ട്. ഡിലോണിക്സ് റെജിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഗുൽമോഹറിനെ ഇംഗ്ലീഷിൽ പോയിൻസിയന എന്നാണ് വിളിക്കാറ്. മദിരാശി മരം എന്നും പേരുണ്ട്. തണ്ടിന് നല്ല ഫലമില്ലാത്തതുകൊണ്ട് മഴക്കാലത്ത് ശാഖകൾ ഒടിഞ്ഞു വീണ് യാത്രാപ്രശ്നങ്ങളും ഗുൽമോഹർ വരുത്തിവെക്കാറുണ്ട്. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരിയോക്കി ശ്രീ ഗൗരി ശങ്കര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങും ആചാര്യ വരവേൽപ്പും നടന്നു. പെരിയോക്കി ഗൗരീശങ്കര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കലവറ ഘോഷയാത്ര കായക്കുളം വിഷ്ണു ദേവസ്ഥാനത്തു നിന്നുമാണ് പുറപ്പെട്ടത്. യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരികമന ശ്രീധരൻ നമ്പൂതിരിക്ക് ആചാര്യ വരവേൽപ്പ് നൽകി. സമാരംഭ സമ്മേളനം ബ്രഹ്മശ്രീ നാരായണൻ വാഴുന്നോർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന് മാത്രമുള്ള സൗഭാഗ്യമാണത്. മിണ്ടുന്ന നാവ്, നിവർന്ന ദേഹം, വിശേഷ ബുദ്ധി, ഇത് മൂന്നും മനുഷ്യന് കൊടുത്തത് നന്മയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയുക. ഇവിടെ വച്ച് പരീക്ഷിത്ത മഹാരാജാവിന് മറുപടി കൊടുക്കാൻ ആർക്കും സാധിക്കാത്ത സമയത്താണ് പെട്ടെന്ന് അവിടെ ഈ ഭാഗവതം വേദവ്യാസ മഹർഷിയിൽ നിന്ന് ഉൾക്കൊണ്ട ശിഷ്യനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി പെട്ടെന്ന് അവിടെ എത്തിച്ചേരുന്നു. അവധൂതനായിട്ട് സാക്ഷാൽ വിഷ്ണുവിൻ്റെ കാന്തിയോടുകൂടി 16 വയസ്സുള്ള നാരായണന് തുല്യനായ ആരെത്തിച്ചേരുന്നു? ഈ
വേദവ്യാസ ശിഷ്യനായ ശുഖബ്രഹ്മർഷി എത്തിച്ചേരുന്നു. അതൊരു രംഗമാണ് കേട്ടോ, നാളെ കാണിച്ചു തരും. 10:30 കൂടിയിട്ട് നമുക്ക് ആ ഒരു രംഗത്തിലേക്ക് എത്തും. ശുഖ ആഗമനം. ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി രാജൻ പെരിയ അധ്യക്ഷത വഹിച്ചു. ടി രാമകൃഷ്ണൻ, കെ വിജയൻ, പ്രമോദ് പെരിയ, പി നാരായണൻ നായർ, പി കുഞ്ഞമ്പു നായർ, തമ്പാൻ ഏച്ചിക്കുണ്ട്, എ കെ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും തുടക്കമായി. രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു. രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ദേശീയ സെമിനാർ നടത്തി. ഫാർമസി കോളേജ് ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ നടന്നത്. പുതിയ കാലത്ത് നിർമ്മിത ബുദ്ധിയെ പറ്റിയുള്ള മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സെമിനാറിൽ മംഗളൂരു നിക്ടേ കോളേജിലെ ഡോക്ടർ രേവണ സിദ്ധപ്പ, തമിഴ്നാട് ഈറോഡിലെ നന്ദ കോളേജിലെ ഡോക്ടർ ശിവകുമാർ, എറണാകുളം ലിസി കോളേജിലെ ഡോക്ടർ മനോജ് കുമാർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. available. You can search with the Google database, and if you go for this database in lab, you get thousands of lines with their vital constants and with their structures, Okay, you see, that only meant for this last phase, only meant for the Chinese plants, not for the Indian plants. രാജീവ് ഗാന്ധി ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പരിതാവി അധ്യക്ഷത വഹിച്ചു. PT പ്രസിഡന്റ് പി ഷീബ മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി അരുൺകുമാർ, കൺവീനർ ഡോക്ടർ സത്യ, ഡോക്ടർ ശാന്തി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നീലേശ്വരത്ത് ജീസസ് യൂത്ത് ടീം ജീസസ് ആൻഡ് മീ പരിപാടി സംഘടിപ്പിച്ചു. യുവജന സംഗമത്തിന്റെ ഭാഗമായാണ് യൂത്ത് പരിപാടി സംഘടിപ്പിച്ചത്. സംഗീതം ഉൾപ്പെടെ കലാസാംസ്കാരിക ഇനങ്ങൾ യുവതി യുവാക്കളിലൂടെ വചനാധിഷ്ഠിതമായി അവതരിപ്പിക്കാൻ കാഞ്ഞങ്ങാട് ഫൊറോന കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 13 ഇടവകകളിലെ 350 പരം യുവതി യുവാക്കളെത്തിയിരുന്നു. ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയായിരുന്നു ജീസസ് ആൻഡ് മീ യുവജന സംഗമത്തിന് തുടക്കമിട്ടത്. നീലേശ്വരം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ നടന്ന യൂത്ത് പ്രോഗ്രാം കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. രൂപതാ സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി, ഇടവക വികാരി ഫാദർ ആൻസിൽ പീറ്റർ, ഫാദർ ജസ്റ്റിൻ ഇടത്തിൽ, ഫാദർ ജീനിയസ് ക്ലീറ്റസ്, ഫാദർ പീറ്റർ പാറേക്കാട്ടിൽ, ഫാദർ ജോസോ, ഫാദർ ജിനോ ചാക്കലക്കൽ, ഫാദർ അനിൽ അറക്കൽ, ബ്രദർ മിഷേൽ എന്നിവർ സംസാരിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന ജീസസ് ആൻഡ് മീ പ്രോഗ്രാമിൽ കാഞ്ഞങ്ങാട് ഫൊറോനക്കയിലുള്ള കാസർഗോഡ് മുതൽ ഏഴിമല വരെയുള്ള പള്ളികളിലെ യുവതി യുവാക്കളാണ് പങ്കാളികളായത്.
പരിപാടിക്ക് ജീസസ് യൂത്ത് മിനിസ്ട്രിയിലെ ജിപ് ജോർജ്, ക്രിസ്റ്റീൻ മാനുവൽ, ആൽസൽ മാത്യു ഫ്രാൻസിസ്, ജിജോ ജോർജ്, PS യേശുദാസ്, ആഷിൻ K സിജു എന്നിവർ നേതൃത്വം നൽകി. ഉറമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബേക്കൽ ക്ലബിന്റെ 27ാം വാർഷികാഘോഷം നടന്നു. കോട്ടയം മുൻ ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. ബേക്കൽ ക്ലബിന്റെ 27ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. പടന്നക്കാട് ബേക്കൽ ക്ലബ് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. മുൻ കോട്ടയം കളക്ടർ ഡോക്ടർ PK ജയശ്രീ IAS ഉദ്ഘാടനം നിർവഹിച്ചു. വളരെയേറെ പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ വളർന്ന് കേരളവും ഇന്ത്യയും വിട്ട് ഭൂഖണ്ഡങ്ങൾ കടന്ന് പലയിടത്തും പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലയളവിൽ മുതിർന്ന തലമുറ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഒരു ഒത്തുചേരലിൻ്റെ ഇടമായി മാറാൻ ഇതുപോലെയുള്ള ക്ലബുകൾക്കും സെൻ്ററുകൾക്കുമൊക്കെ സാധിക്കുമെന്ന് നമുക്ക് അനുഭവത്തിൽ തന്നെ അറിയാമല്ലോ. പ്രസിഡന്റ് ഡോക്ടർ A മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്ഥാപക മെമ്പർമാരെ ആദരിക്കുകയും ആദരിക്കപ്പെട്ടവരിൽ M ശ്രീകണ്ഠൻ നായർ സ്ഥാപക പ്രഭാഷണം നടത്തി. ക്ലബ് ജീവനക്കാരെ KK നാരായണൻ ആദരിച്ചു. BR ഷേനായി സ്വാഗതവും ബേക്കൽ ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ KG നന്ദിയും പറഞ്ഞു. ക്ലബ് അംഗങ്ങളുടെ കലാപരിപാടിയും ഈയക്കാട് ജയനും സംഘവും അവതരിപ്പിച്ച സംഗീത നിശയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ പരിസ്ഥിതി പ്രവർത്തകർ റാണിപുരം സന്ദർശിച്ചു. റാണിപുരത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. റാണിപുരത്ത് അനധികൃതമായി നടക്കുന്ന കരിങ്കൽ ഖനനം റാണിപുരത്തിന്റെ പരിസ്ഥിതിയെ തകർക്കും എന്ന മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് വീണ്ടും വലിയ രീതിയിൽ സ്വകാര്യ കരിങ്കൽ ഖനനം നടക്കുന്നത് തടയാനും റാണിപുരത്തിന്റെ പരിസ്ഥിതിക്ക് യോജിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മാർഗരേഖയുണ്ടാക്കി. പരിസ്ഥിതി വകുപ്പിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും മുന്നറിയിപ്പ് പരിഗണിച്ച് ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും പദ്ധതി തയ്യാറാക്കി മുന്നോട്ടു പോകാനും റാണിപുരത്തിന്റെ ഭാവി അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിക്കാതിരിക്കാനും ഇടപെടണമെന്ന് സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ജില്ലാ പരിസ്ഥിതി കമ്മിറ്റി സെക്രട്ടറി VK വിനയൻ പറഞ്ഞു. നമ്മൾ ഇതുവരെ പിന്തുടർന്നു പോന്നിരുന്ന ഒരു വികസന നയം ഇന്ന് ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഏതൊരു വികസനത്തിനും സമാനമായി ഒരു വികസനത്തിൽ വിനാശം കൂടി ഉൾപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു ജനനത്തോടൊപ്പം മരണവും കൂടി ജനിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഏതൊരു വികസനത്തിൻ്റെ പുറകിലും അതിനോട് ഒരുമിച്ച് അതിന് വിനാശവും കൂടി ഉണ്ടായിരിക്കും. അതാണ് ആഗോള താപനമായും പ്രളയമായും ഉരുൾപൊട്ടലായും നമ്മളെ തിരിഞ്ഞു കടിക്കുന്നത്. ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മൾ നമ്മുടെ വികസന നയം പുനഃപരിശോധിക്കുകയും അങ്ങനെ പുനഃപരിശോധിച്ച് ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ റാണിപുരം, സംരക്ഷണ സമിതി സെക്രട്ടറി T ഗിരീഷ്, കമ്മിറ്റി അംഗം AK മാത്യു എന്നിവർ റാണിപുരത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, റാണിപുരം. പെരളം റെഡ് യങ്സ് ക്ലബ് 53ാം വാർഷികാഘോഷം സമാപിച്ചു. സാംസ്കാരിക സമ്മേളനവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പെരളം റെഡ് യങ്സ് ക്ലബിന്റെ 53ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അടുത്തിടെ സുനിത വില്യംസ് എന്ന
ബഹിരാകാശ പര്യവേഷക അവരുടെ സുഹൃത്ത് ബുച്ച് വിൽമോറുമായി 8 ദിവസത്തേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോവുകയും 8 മാസക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. അവർ തിരിച്ചു വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. എൻ്റെ ബഹിരാകാശ യാത്ര അല്ലെങ്കിൽ എൻ്റെ ബഹിരാകാശ പര്യവേഷണം ജനങ്ങളോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറ്റി തീർത്തു. റേഡിയൻസ് ക്ലബ് പ്രസിഡന്റ് എ ബിനു അധ്യക്ഷത വഹിച്ചു. ക്ലബ് മുൻ സെക്രട്ടറി ബാലൻ അടുക്കത്തിന്റെ ഫോട്ടോ അനാച്ഛാദനം CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ നിർവഹിച്ചു. പരിപാടിയിൽ വെച്ച് സംസ്ഥാന കേരളോത്സവത്തിൽ നാടക മത്സരത്തിൽ ഏറ്റവും നല്ല നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട കാശിഷ് മുകേഷിനെ അനുമോദിക്കുന്ന ചടങ്ങും നടന്നു. CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി വി നാരായണൻ മാസ്റ്റർ കാശിഷ് മുകേഷിനെ അനുമോദിച്ചു. CPIM പുല്ലൂർ ലോക്കൽ സെക്രട്ടറി വി നാരായണൻ മാസ്റ്റർ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത, CPIM പുല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കുഞ്ഞിക്കേളു, ടി ബിന്ദു, ബ്രാഞ്ച് സെക്രട്ടറി ടി ഹരീഷ്, പി നാരായണൻ, റെഡ് യങ്സ് ക്ലബ് UAE കമ്മിറ്റി സെക്രട്ടറി പി ഹരീഷ് എന്നിവർ സംസാരിച്ചു. റെഡ് യങ്സ് ക്ലബ് സെക്രട്ടറി ടി മനുഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി സന്തോഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ലബിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച നൃത്യങ്ങൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക സംഗമവും ID കാർഡ് വിതരണവും നടന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകരുടെ സംഗമവും ID കാർഡ് വിതരണവും നടന്നു. അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ അംഗീകരിച്ച പ്രമേയ അവതരണവും നടന്നു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നേതാക്കളിൽ പലരെയും ഞാൻ കുറെ കാലമായി കാണാത്തവരാണ്. സജീവമല്ല എന്നർത്ഥം. അതിൻ്റെ പച്ച മലയാളം അതാണ്. അത് അറിയേണ്ടവർ അറിയണം, കേൾക്കേണ്ടവർ കേൾക്കണം, ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളണം. പക്ഷേ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് നിശ്ചലതയൊന്നും കൈവരിച്ചിട്ടില്ല. ആകാവുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം മുൻപോട്ട് പോകുന്നു എന്നത് ആശാവഹമാണ്. നമുക്ക് നിലനിന്നു പോവുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, ജയിച്ചു പോവുക എന്നതാണ്. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. AC പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര ശക്തിനഗർ രവളനാഥ അമ്മനവറു മഹിഷമർദിനി ഗോപാലകൃഷ്ണ ക്ഷേത്ര ബ്രഹ്മകലശോത്സവ സഹസ്ര ചണ്ഡികായാഗത്തിന്റെ ഭാഗമായി നിർമാല്യ പൂജ നടന്നു. പള്ളിക്കര ശക്തിനഗർ രവളനാഥ അമ്മനവറു മഹിഷമർദിനി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവ സഹസ്ര ചണ്ഡികായാഗത്തിന്റെ ഭാഗമായാണ് നിർമാല്യ പൂജ, സപ്തസതി പാരായണം, നവവർണ പൂജ, ദ്വാദശാക്ഷരി കോടി തുളസി അർച്ചനയുടെ മംഗളത്തോടനുബന്ധിച്ച് ദ്വാദശാക്ഷരി ഹോമം എന്നീ ചടങ്ങുകൾ നടന്നത്. സപ്തസതി പാരായണം, നവവരണ പൂജ എന്നിവയും നടന്നു. നിരവധി ആളുകളാണ് ചടങ്ങുകൾ ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബാലഗോകുലം ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം നടന്നു. മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ബാലഗോകുലം ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം മാവുങ്കാൽ വ്യാപാര ഭവനിൽ വെച്ചാണ് നടന്നത്. പത്മനാഭൻ പുല്ലൂർ അധ്യക്ഷത വഹിച്ചു. മിറർ റൈറ്റിംഗ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ശ്രീയുക്ത PR ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തിക്കൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറിയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു സാമൂഹിക സംഘടനയോ സാംസ്കാരിക സംഘടനയോ മാത്രമല്ല, അത് ഓരോ കുട്ടികളിലേക്കും നമ്മുടെ മഹത്തരമായ ഭാരത സംസ്കാരത്തെ, അതിന്റെ മഹത്വത്തെ, നമ്മുടെ പൈതൃകത്തെ കുട്ടികളിലേക്ക് പകർന്നുകൊണ്ട് അവർ ഉത്തമന്മാരായ ഒരു പൗരന്മാരായിട്ട് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയുള്ള പൗരന്മാരായിട്ട് സൃഷ്ടിക്കുന്ന മഹത്തായ ഒരു ദൗത്യമാണ് ബാലഗോകുലം എന്ന് പറയുന്നത്. അപ്പോ അതില് കുട്ടികളുടെ കലാപരമായിട്ടുള്ളതും വൈജ്ഞാനികപരമായിട്ടുള്ളതും എല്ലാ കഴിവുകളെയും മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു വേദിയാണ്, ഒരു സംഘടനയാണ് നമ്മുടെ ബാലഗോകുലം.
വളർന്നുവരുന്ന കുട്ടികളിൽ സ്വഭാവവും സംസ്കാരവും രൂപീകരിക്കുന്നതിൽ ബാലഗോകുലം നിസ്തുലമായ പങ്കാണ് വഹിക്കുന്നതെന്നും ലഹരി പോലെയുള്ള ദുഷ്പ്രവണതകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ബാലഗോകുലം പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഉദ്ഘാടന ഭാഷണത്തിൽ ശ്രീയുക്ത അഭിപ്രായപ്പെട്ടു. ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ആധുനിക ലോകത്ത് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണെന്നും അതിന് മറുമരുന്നായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം മാതൃകയാക്കി മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജില്ലാ ഖജാൻജി രാധാകൃഷ്ണൻ കെ, ടി വി അശോകൻ എന്നിവർ സംസാരിച്ചു. സത്യൻ എം എസ് സ്വാഗതവും പ്രാർത്ഥന എൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കല്ലൂരാവി ശ്രീ കടപ്പുറത്ത് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി. കലവറ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. കടപ്പുറത്ത് ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിലെത്തിയത്. നിരവധി ആളുകളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉദയനഗർ EMS മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 27ാം വാർഷികാഘോഷം നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഉദയനഗർ EMS മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. സാംസ്കാരിക സമ്മേളനം CPIM സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യു ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായി നമ്മുടെ നാട്ടിലെ ഈ പുതിയ കാലത്തെ ഒരു ട്രെൻഡായിട്ടുള്ള കൈകൊട്ടിക്കളി, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അത് മതിയായിട്ടില്ല എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തീർന്നതുപോലെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്ന് ആ സ്വാഗതം പറയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. ഇനിയും പരിപാടികൾ വേണം എന്നുള്ള ചിന്തയുണ്ട്. എ മഹേഷ് അധ്യക്ഷത വഹിച്ചു. എ ഷാജി, സി വിജയൻ, സുധാകരൻ എം, മനീഷ എം, അജിത് കുമാർ എം എന്നിവർ സംസാരിച്ചു. സുനിൽ കൊമ്മട്ട സ്വാഗതവും അജിത് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നൃത്തസന്ധ്യയും അരങ്ങേറി. പുല്ലൂർ സ്കൂളിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ചടങ്ങിൽ വെച്ച് ജേഴ്സി കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരം കടുപ്പിച്ച ആശാമാർ. സഞ്ചരിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കം. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തി യാത്ര ജൂൺ 17 മഹാറാലിയോടെ തിരുവനന്തപുരത്ത് സമാപിക്കും. കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് AS2 സ്പോർട്സ് ക്യാമ്പയിനിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി. ബാറ്ററി ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ 2ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം മെയ് 6 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വഴിയോരങ്ങളിലും വീടുകൾക്ക് മുന്നിലും ചെഞ്ചായമണിഞ്ഞ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗുൽമോഹർ മെയ് മാസത്തിലെ നയന മനോഹര കാഴ്ചയാണ്. മെയ് മാസ പൂക്കൾ എന്ന വിളിപ്പേരുള്ള ഗുൽമോഹർ ഏപ്രിൽ ആദ്യവാരം മുതൽ രക്തപ്പൂക്കൾ വിടരും. പെരിയോക്കി ഗൗരീശങ്കര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കം. കലവറ നിറയ്ക്കൽ ചടങ്ങും ആചാര്യ വരവേൽപ്പും നടന്നു. വിഷ്ണുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും സമാപനമായി. രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.